ഹായ് ഹലോ നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് എടപ്പള്ളി പള്ളിയിലാണ് കേട്ടോ. അറിയാലോ എല്ലാവർക്കും പള്ളി പെരുന്നാളാണ്. അപ്പോൾ അതിൻ്റെ ഒരു വ്ളോഗായിട്ടാണ് ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ബാൻഡ് മേളത്തോടുകൂടി സ്റ്റാർട്ട് ചെയ്യാം. ബാൻഡ് മേളമൊക്കെ കണ്ട് നമ്മൾ നേരെ പോയത് പഴയ പള്ളിയിലേട്ടാണ് കേട്ടോ. പുണ്യാളുടെ അടുത്ത് പോയി ഒന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായിട്ടും ഫലം ഉണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. ഇതാണ് തീർത്ഥ കിണർ. ഇവിടുത്തെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ പലവിധ അസുഖങ്ങൾ മാറുമെന്നാണ് പറയപ്പെടുന്നത്. ആ നിരത്തി വെച്ചങ്ങനെ കുടകളെല്ലാം കണ്ടോ, ഇതെല്ലാം ബാക്കിലിരിക്കുന്ന കുരിശ്, ഇതെല്ലാം എനിക്ക് തോന്നുന്നു നിത്യേന ഇവിടെ പുണ്യാളിനെ എഴുന്നള്ളിക്കുന്നു തോന്നുന്നു. അപ്പോൾ അതിന് കൊണ്ടുപോകാനാണ് ഇതെല്ലാം. ഈ കാണുന്നതാണ് പുതിയ പള്ളി. 2015 ഇത് പൂർത്തീകരിച്ചതിൻ്റെ പണി. 2001 ഇതിൻ്റെ തറക്കല്ലിട്ടത്. ഏകദേശം 53 ആർക്കിടെക്ചേഴ്സ് കൂടി ചേർന്നാണ് ഈ പള്ളി നിർമ്മിച്ചിരിക്കുന്നത്. ഏഷ്യയിലെ തന്നെ ഗീവർഗീസിൻ്റെ നാമത്തിലുള്ള ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രമാണ് എടപ്പള്ളി പള്ളി. 14 നൂറ്റാണ്ടുകൾ പഴക്കമുണ്ട് ഈ പള്ളിക്ക്. കൊച്ചിയിലെ എടപ്പള്ളിയിൽ സ്ഥിതി ചെയ്യുന്ന എടപ്പള്ളി പള്ളി എന്നറിയപ്പെടുന്ന സെൻറ്റ് ജോർജ് ഫൊറോന ചർച്ചിൽ ഒരു വർഷത്തിൽ ജാതിമത ഭേദമന്യേ ഏകദേശം 50 ലക്ഷത്തോളം ആളുകൾ സന്ദർശിക്കാറുണ്ട്. ഈ കാണുന്നതാണ് പുതിയ പള്ളിയുടെ മുൻവശത്തുള്ള ഉദ്യാനം. ഏകദേശം 13,000 ചതുരശ്ര അടിയോളം ഉണ്ട് കേട്ടോ. ഒരു യൂറോപ്യൻ സ്റ്റൈൽ, നമ്മൾ യൂറോപ്പിൽ നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ ആർക്കിടെക്ചറിൻ്റെ പ്രത്യേകത കൊണ്ടായിരിക്കാം. വളരെ കാമാങ്കോയിട്ട്, അതായത് നഗരത്തിൻ്റെ ഹൃദയഭാഗത്താണ് എടപ്പള്ളി പള്ളി ഇരിക്കുന്നത്. എന്നിരുന്നാലും ഈ പള്ളിയിൽ നിൽക്കുമ്പോൾ നമുക്ക് അതിൻ്റേതായ കോലാഹലങ്ങളൊന്നും നമ്മളെ ബാധിക്കുന്നില്ല. വളരെ കാമാങ്കോയിട്ടായിട്ടുള്ളൊരു പള്ളിയാണ്. പള്ളിയുടെ 2 സൈഡിലും കാണുന്നതാണ് മണിഗോപുരങ്ങൾ. കൊച്ചിയിൽ നിങ്ങൾ വരികയാണെങ്കിൽ മസ്റ്റ് വിസിറ്റ് പ്ലേസ് ആണ് എടപ്പള്ളി ചർച്ച്. ലുലു മാളിൻ്റെ തൊട്ടടുത്താണ്. അപ്പോൾ മറക്കരുത്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും ഇത് സമ്മാനിക്കുന്നത്. ഞാൻ ഒത്തിരി സമയം അവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് അവിടെ നിന്ന് പോകാൻ തോന്നുന്നുണ്ടായിരുന്നില്ല. അത്ര നല്ല രസമായിരുന്നു. പിന്നെ ഉച്ചയായതുകൊണ്ട് ചെറിയ ചൂടുണ്ടായിരുന്നു, വെയിലുണ്ടായിരുന്നു. പള്ളിയുടെ എല്ലാ ഭാഗത്തിലൂടെയും അകത്തേക്ക് പ്രവേശിക്കാവുന്നതാണ്. 3 ഫ്ലോറിലായിട്ടാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ചാപ്പൽ, ഓഫീസ്, സ്റ്റാൾ അങ്ങനെയായിട്ടാണ്. ഫസ്റ്റ് ഫ്ലോറിലാണ് ഈ ദേവാലയം. ഏകദേശം 88,000 ചതുരശ്ര അടി വിസ്തീർണമാണ് ഈ പള്ളിയുടെ ആകെയുള്ളത്. ഒരേ സമയം 5,000-ഓളം ആളുകൾക്ക് ഇതിൽ ആരാധനയിൽ പങ്കെടുക്കാൻ സാധിക്കും. പുറമെ നിന്ന് കാണുന്നത് പോലെയല്ല കേട്ടോ ചർച്ചിൻ്റെ അകത്ത്. വല്ലാത്തൊരു സൈലൻസും, നമുക്കവിടെ നിന്ന് ഇറങ്ങി പോരാൻ തോന്നില്ല. അങ്ങനത്തെ ഒരു ഫീലാണ്. അത് ഡിസൈൻ ചെയ്തിരിക്കുന്നതാണെങ്കിലോ മാർബിളിൽ കുറേ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട്. അകത്ത് കാണുന്ന തിരുസ്വരൂപങ്ങളിലും അലങ്കാരങ്ങളും മറ്റും ഇറ്റലിയിൽ നിന്നും ഇറക്കുമതി ചെയ്ത സ്വർണത്തിൻ്റെയും വെള്ളിയുടെയും ഫോയിൽ കൊണ്ട് നിർമ്മിച്ചിട്ടുള്ളതാണ് കേട്ടോ. പറഞ്ഞറിയിക്കാൻ വയ്യ, അത്ര മനോഹരമാണ്. കണ്ടിരിക്കേണ്ട ഒന്നാണ്. വത്തിക്കാനിലെ സിസ്റ്റൈൻ ചാപ്പലിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടിട്ടാണ് കേട്ടോ എടപ്പള്ളിയിലെ ഈ പുതിയ പള്ളി നിർമ്മിച്ചിട്ടുള്ളത്. മനുഷ്യനായി ജനിച്ചിട്ടുണ്ടെങ്കിൽ ഈ പള്ളിയുടെ അകത്തുള്ള കാഴ്ചകൾ കാണാതെ പോകരുത് കേട്ടോ. അത്ര മനോഹരമായ കാഴ്ചയാണിത്. വാസ്തുവിദ്യയുടെ കാര്യത്തിലായാലും ആർക്കിടെക്ചറിൻ്റെ കാര്യത്തിലായാലും അറിയില്ല, വല്ലാത്തൊരു കാംനെസ്, വല്ലാത്തൊരു ലൈറ്റ് ഫീല് നമ്മളിലേക്ക് കൊണ്ടുതരുന്നുണ്ട്. അത് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക കേട്ടോ. അങ്ങനെ ഞാൻ പള്ളിയുടെ അകത്ത് നിന്ന് പുറത്തേക്ക് കിടന്നു.
നല്ല ഭംഗിയാണ്. ഇവിടെ നിന്ന് കാണുമ്പോൾ കുറേ നേരം നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യാൻ തോന്നും. ഞാനീ പറയുമ്പോൾ നിങ്ങൾ വന്ന് നേരിട്ട് ഇത് അനുഭവിക്കുമ്പോഴായിരിക്കും നിങ്ങൾക്കിത് ഫീൽ ചെയ്യുന്നത്. ഇതിനു മുമ്പ് അവിടെ പോയിട്ടുള്ളവരാണെങ്കിൽ നിങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാൻ മറക്കരുത് നിങ്ങളുടെ എക്സ്പീരിയൻസ്. ഈ പള്ളിയുടെ പ്രധാന താഴിക്കുടത്തിന് മുകളിലായിട്ട് 19 അടി ഉയരമുള്ള കുരിശാണ് സ്ഥാപിച്ചിരിക്കുന്നത്. അത് നമുക്ക് എവിടെ നിന്ന് നോക്കിയാലും കാണാം. അതായത് എടപ്പള്ളിയിലെ ഏത് ഭാഗത്തു നിന്ന് നോക്കിയാലും നമുക്ക് ആ കുരിശ് കാണാൻ സാധിക്കും. വല്ലാത്തൊരു ഫീലാണ് ആ കുരിശിങ്ങനെ കാണുമ്പോൾ കിട്ടുന്നത്. ഇവിടെ പള്ളിയുടെ മുന്നിലായിട്ടാണ് കേട്ടോ സെമിത്തേരി ഉള്ളത്. ഈ കാണുന്ന കേട്ടോ സ്റ്റാള്. ഇവിടെ പള്ളി റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ സംഭവങ്ങളും ലഭിക്കും കേട്ടോ. ഈ കാണുന്നതാണ് കഞ്ഞി കൊടുക്കുന്ന ഈ സ്ഥലം. ഒരു ആയിരക്കണക്കിന് ആളുകൾ ദിവസേന ഇവിടെ കഞ്ഞി കുടിക്കാനുണ്ടാവും. ഞാൻ കഴിഞ്ഞ വർഷമൊക്കെ വന്ന് കുടിച്ചിരുന്ന കഞ്ഞി വല്ലാത്തൊരു ഫീലാണ്. പെരുന്നാളായി കഴിഞ്ഞാൽ പള്ളിയുടെ തൊട്ട് മുന്നിൽ തന്നെ നിങ്ങൾക്ക് മെഴുകുതിരിയും ബാക്കി എല്ലാ സാധനങ്ങളും ലഭിക്കും കേട്ടോ. അതിൻ്റെ സ്റ്റാളാണ് ഈ കാണുന്നത്. ഇവിടെ ചെണ്ടമേളത്തിനുള്ള ഒരുക്കങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ചെണ്ടമേളത്തിനുള്ള ആളുകളൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്കും നമുക്ക് ഇവിടുത്തെ സ്റ്റാളുകളൊക്കെ പോയി ഒന്ന് കണ്ടിട്ട് വരാം. ഇതാണ് മെയിൻ പന്തൽ. നമുക്ക് ഉത്സവത്തിനൊക്കെ ആണെങ്കിൽ ആനപ്പന്തൽ പോലെയാണ് ഇവരിവിടെ നല്ല ഭംഗിയായിട്ട് ഡിസൈൻ ചെയ്തിട്ടാണ് ഈ പന്തൽ ഒരുക്കിയിരിക്കുന്നത്. എടപ്പള്ളി പള്ളി പെരുന്നാളിലെ മെയിൻ അട്രാക്ഷൻ ഇവിടുത്തെ കച്ചവടക്കാരാണ് കേട്ടോ. ഇവിടെ നിന്ന് എന്തും കിട്ടുമെന്നാണ് പറയപ്പെടുന്നത്. പണ്ടുള്ള ആളുകൾ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്നുണ്ടെങ്കിൽ പെരുന്നാൾ വരട്ടെ അപ്പോൾ അവിടെ നിന്ന് വാങ്ങിക്കാമെന്ന് ഇങ്ങനെ പറയുമായിരുന്നു അത്രേ. അങ്ങനെ ഒരു കച്ചവടക്കാരുടെ ഒരു ശൃംഖലയാണ് പള്ളിപ്പെരുന്നാളിന് ഇവിടെ ഉണ്ടാവാറ്. 2 സൈഡിലുണ്ട് കേട്ടോ. ഞാൻ പറ്റാവുന്നത് മാത്രമേ കവർ ചെയ്യുന്നുള്ളൂ. കുറേ ചട്ടി, കലം അങ്ങനെയുള്ള സംഭവങ്ങളും ഇവിടെ കാണാവുന്നതാണ്. ഇതാണ് പള്ളിയുടെ താഴെ നിന്നുള്ള വ്യൂ. നമ്മൾ ബസ്സിലൊക്കെ പോകുമ്പോൾ ഒക്കെ കാണുന്ന വ്യൂ ഇതാണ്. ഇത് രാത്രിയൊക്കെ നല്ല രസമായിരിക്കും ലൈറ്റൊക്കെ ഇട്ട് വന്നു കഴിഞ്ഞാൽ. ഞാനതെടുത്ത് കാണിക്കാം കേട്ടോ. ഇതുപോലെ തന്നെ ഒരു ഏരിയ കച്ചവടക്കാരുടേത് അപ്പുറത്തെ സൈഡുണ്ട് കേട്ടോ. അതുകൊണ്ട് ഒത്തിരി ഉണ്ട്. നിങ്ങൾക്ക് എന്ത് വേണം ഇവിടെ വന്ന് വാങ്ങിക്കാവുന്നതാണ് ഈ പെരുന്നാളായി കഴിഞ്ഞാൽ. ഈ കാണുന്നതാണ് പന്തൽ. ഇങ്ങനെ നീളത്തിൽ ചെറിയ കപ്പേള മുതൽ പഴയ പള്ളി വരെ നീളത്തിൽ പന്തലിട്ടിട്ടുണ്ട്. നല്ല രസമാണ് കേട്ടോ. നല്ല ഡിസൈനൊക്കെ കൊടുത്തിട്ടാണ് പന്തലിട്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കുറച്ച് നേരം ചെണ്ടമേളം ആസ്വദിച്ചിട്ട് വരണമല്ലോ. ഇവിടെ വന്നു തുടങ്ങിയിട്ട് ഈ കച്ചവടത്തിൽ കപ്പം മുറുക്കും കൊണ്ട് നമ്മൾ പകല് കണ്ട പള്ളിയിൽ കേട്ടോ രാത്രിയിൽ നേരെ വ്യത്യസ്തമാണ്. ലൈറ്റുകൾ കൊണ്ട് അങ്ങോട്ട് അലങ്കരിച്ചിരിക്കുകയാണ് പള്ളി മുഴുവനും. എന്തൊരു ഭംഗിയാണ്.
പകലിലെ കാഴ്ച മറ്റൊരു കാഴ്ചയാണ്, രാത്രിയിൽ അതിൽ നിന്നും വേറൊരു കാഴ്ച. രണ്ടും കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ. പുണ്യാളൻ്റെ എഴുന്നള്ളിപ്പിന് ശേഷം തിരിച്ച് അകത്തേക്ക് കൊണ്ടുവരുന്നതാണ് കേട്ടോ ഈ കാഴ്ച. നല്ല തിരക്കുണ്ട്. നമ്മൾ മറ്റേതോ ലോകത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് ഈ ലൈറ്റിൽ പള്ളി ഇങ്ങനെ തിളങ്ങുമ്പോൾ. ഇത് നേരിട്ട് കാണേണ്ട കാഴ്ച തന്നെയാണ്. എന്തൊരു ഭംഗിയാണെന്നറിയോ. അപ്പോൾ രാത്രി യാത്രയില്ല. എടപ്പള്ളി പള്ളിയിലെ ഈ പെരുന്നാൾ കാഴ്ചകൾ നിങ്ങൾക്ക് ഇഷ്ടമായാൽ വീഡിയോ ലൈക്ക് ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഷെയർ ചെയ്യുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. മയ ഫ്ലവേഴ്സ് എന്ന ഈ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൻ്റെ പേരിൽ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണും വരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.